ആണ് നേതാവ്, അതാണ് നമുക്ക് നേതാവ്, അതാണ് നമ്മുടെ മുർഷിദ്, അതാണ് നമ്മുടെ വഴികാട്ടി, അതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് നാം അല്ലാഹനെ അറിയണം. അല്ലാഹനെ അറിയാതെ, അല്ലാഹനെ ഓർക്കാതെ, റബ്ബിന്റെ സ്മരണകളില്ലാതെ, റബ്ബിനെ അറിയാതെ, മനസ്സിലാക്കാതെ നിന്റെ ഒരു അമലും സ്വീകാര്യമല്ല. പ്രസംഗിക്കാൻ ഒരുപാട് മാറ്ററുകൾ നമുക്കുണ്ടാകാം, ഹിസ്റ്ററികൾ എടുത്ത് നിങ്ങളെ മുമ്പിൽ ഉദ്ധരിക്കാൻ എനിക്ക് കഴിയും, ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാം. നമ്മുടെ മതത്തിൽ അല്ലാഹനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആ ഓരോ രംഗങ്ങൾ ഓരോ മതങ്ങളിലും അവരുടെ റബ്ബിനെ പഠിപ്പിക്കുന്നു. അതായത് എല്ലാ റബ്ബും ഒന്ന് തന്നെയാണ്, പല റബ്ബില്ല, പല അല്ലാഹുവില്ല, പലതുമില്ല, ഏകനായ റബ്ബാണ്. ആകാശഭൂമി എന്നതിൽ മാത്രമല്ല, അതിലപ്പുറം എല്ലാത്തിലുമുള്ള സർവ്വതിലുമുള്ള സർവചരാചരങ്ങൾക്കും എല്ലാ ജാതി മതഭേദമന്യ സർവർക്കും ഏകനായ റബ്ബാണ് കേട്ടോ. ആ റബ്ബിനെ അറിയാതെ നിന്റെ നിസ്കാരം എന്ത് നിസ്കാരമാണ്? തോന്നിവാസി, എന്ത് തോന്നിവാസത്തിലുള്ള നിസ്കാരമാണ്? നിസ്കാരത്തിൽ കൈകെട്ടുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോ നിനക്കെന്ത് മനസ്സിലായി? എന്തിനേറെ പറയണം? ബാങ്ക് വിളിക്കുമ്പോൾ പോലും നിനക്ക് എന്താണത് പറഞ്ഞതെന്ന് തിരിഞ്ഞോ? എന്താ അറബി അറിയാത്തത് കൊണ്ടാണോ? എന്താണ് ആ സിർ എന്നറിഞ്ഞോ? അതുപോലെ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നു, അതുപോലെ മാത്രമല്ല വജ്ജഹത്ത് ഓതുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ഈ സമയത്തെല്ലാം നിന്റെ ഓരോ ചിന്തകൾ എന്താണ്? റബ്ബിനെ നിനക്ക് കാണുന്നുണ്ടോ? നിനക്ക് റബ്ബുണ്ടോ? നീ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റബ്ബിനെ നിനക്ക് അറിയുന്നുണ്ടോ? റബ്ബിന്റെ സ്മരണ നിനക്കുണ്ടോ? നീ കച്ചവടത്തിലാണ്, നീ നിന്റെ വീട്ടിലാണ്, ആ സമയത്ത് നിസ്കാരത്തില് നിന്റെ അമലുകൾക്കിടയിൽ നീ അശ്രദ്ധവാനാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون. നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരുടെ നിസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ്. അല്ലേ, നമ്മൾ നിസ്കരിക്കുന്ന പല ആളുകളെയും കാണാം, പള്ളികൾ ഫുള്ളാണ്. ഇനിയിപ്പോ റമദാൻ വരാൻ പോവാണ്. റമദാൻ വരുമ്പോ പള്ളിയിൽ മേലെയും സ്ഥലമില്ല, താഴെ സ്ഥലമില്ല, ഗ്രൗണ്ടിലും സ്ഥലമില്ല, ഇന്റർലോക്കും ഫുള്ളാണ്, എല്ലാം ഫുള്ളാണ്. പക്ഷേ റബ്ബിനെ അറിയാത്ത നിസ്കാരം വേണ്ട, അല്ലാഹനെ ഹൃദയത്തിൽ വെക്കാത്ത നിസ്കാരം വേണ്ട, അല്ലാഹനെ മനസ്സിലാക്കാത്ത നിസ്കാരം കൊണ്ട് അവൻ വൈലെന്ന നരകത്തിലേക്ക് പോയി പോകും. അതുകൊണ്ട് റബ്ബിനെ നാം തിരിച്ചറിയണം. ആ റബ്ബിലൂടെ നമ്മുടെ സ്മരണകൾ നമുക്ക് വേണം. അങ്ങനെയുള്ള നിസ്കാരമായാൽ ആ നിസ്കാരം ഒരാളെ നിസ്കരിച്ച് സലാം വീട്ടുമ്പോഴേക്കും അദ്ദേഹം വലിയ ഉന്നതമായ പദവിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകും. നല്ല നിസ്കാരക്കാരാവട്ടെ. ഇതിനാ നമ്മുടെ അശ്രദ്ധകൾ ഒഴിവാക്കട്ടെ. ഓരോ അമലുകളും ഓരോ ഇബാദത്തുകളിലും നമുക്ക് കാണേണ്ടത് റബ്ബിനെയാണ്, പടച്ചവനെയാണ് കാണേണ്ടത്. രാവിലെ എണീറ്റാൽ നാം തുടങ്ങുന്ന നമ്മുടെ ഓരോ പ്രഭാതങ്ങളിൽ നിന്നും തുടങ്ങുന്ന ആരംഭിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആദ്യം തന്നെ പഠിപ്പിച്ചു തരുന്ന മദ്രസയിൽ തന്നെ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിന്റെ നാമം കൊണ്ട് തുടങ്ങണമെന്നാണ് നമ്മളോട് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും നീ റബ്ബിന്റെ പേര് പറയണം, ബിസ്മി ചൊല്ലണം. അതുപോലെ നീ ഒരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം. നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നീ ബിസ്മി ചൊല്ലണം. വാഹനത്തിൽ കയറുമ്പോഴും നീ ബിസ്മി ചൊല്ലണം. എന്തിനാണ് നിന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇടക്കിടക്ക് ഇങ്ങനെ തട്ടി തട്ടി വിളിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവർത്തനത്തിൽ, നീ പോകുന്ന സ്ഥലത്തും നീ വരുന്ന സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും നിനക്ക് അല്ലാഹ് വേണം കേട്ടോ. രോഗം വന്നാലും അല്ലാഹു